കഥയുടെ തുടക്കത്തിൽ കഥാനായികയായ ഷൗഷിയാണ് കാണിക്കുന്നത്. അവൾ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴി പരിക്കേറ്റ നിലയിൽ കിടക്കുന്ന ഹീറോയെ കാണുന്നു. വേഗം തന്നെ അവൾ ഹീറോയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. കണ്ണു തുറന്ന ഹീറോ അവളെ ആദ്യം ചേച്ചി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ആദ്യം കണ്ടപ്പാടെ അവളെ ഒരുപാട് ഇഷ്ടമാവുകയും ഇവളും കണ്ണു തുറക്കുമ്പോൾ ഈ ഒരു സമയത്ത് അവിടെ കിടക്കുന്നത് അപകടമാണ്. ഞാൻ കണ്ടതിൽ മാത്രം രക്ഷപ്പെട്ടേനെ, വേറെ ആരെങ്കിലും ആയെങ്കിൽ എന്താകുമെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവൾ ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഹീറോയോട് പറയുകയാണ്. ഹീറോയോട് നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പഠിക്കുന്നില്ല, എന്നാൽ പഠിക്കുന്നവരെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നു. ഇതുപോലെ വഴിയിൽ കിടക്കാതെ എന്നവൾ പറയുമ്പോൾ ഹീറോ എന്നെ വീട് വരെ ഒന്ന് കൊണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഹീറോയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവൾ ഇവിടെ ഗവർണറിന് ഒരു മകനുണ്ട്, അവൻ ഒരു ഗുണ്ടയാണ്. ഇതേപോലെ റോഡിൽ വീണ് കിടക്കുന്നത് അത്ര നല്ലതല്ല. അതും കൂടാതെ അവൻ ഇല്ലീഗലായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന ഹീറോ കേട്ട പാതി കേൾക്കാതെ പാതി നിൽക്കുന്നു. അന്നേരം വഴിയിൽ ഹീറോയുടെ ആൾക്കാർ വന്ന് മാസ്റ്റർ എന്ന് വിളിക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് ഇത്രയും നേരം ഇവനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന്. അത് കേട്ട ഉടനെ അവൾ ഓടാനായി പോകുമ്പോൾ ഹീറോ അവളെ പിടിച്ചു നിർത്തി ഇന്ന് രാത്രി എൻ്റെ കൂടെ വരുമെന്ന് ചോദിക്കുന്നു. അവളാണെങ്കിൽ ഹീറോയ്ക്ക് ഒരെണ്ണം പൊട്ടിക്കുകയും അത് കണ്ട ഹീറോയുടെ ആൾക്കാർ അവൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. ശേഷം അവൾ വീട്ടിലെത്തുകയാണ്. അവൾക്ക് അച്ഛനെയും അമ്മയുമില്ല. ചെറുതിലെ അവളെ ഒരുത്തനാണ് എടുത്തു വളർത്തിയത്. എന്നാൽ അയാളുടെ ഭാര്യയ്ക്ക് അവളെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. എന്തെന്ന് വെച്ചാൽ അവളെ ദത്തെടുക്കുമ്പോഴൊന്നും അവർക്ക് കുട്ടികളുണ്ടായില്ല. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അവർക്കൊരു കുഞ്ഞ് ജനിച്ചത്. അതിനാൽ അവളോടായിരുന്നു കൂടുതൽ സ്നേഹം. അങ്ങനെ അവൾ വരുമ്പോൾ അവരുടെ മകളുടെ ജോലിക്കാര്യം എന്തായെന്ന് ചോദിക്കുന്നു. ആക്ച്വലി അവളുടെ അനിയത്തി എലിമെൻ്ററി സ്കൂളിൽ മാത്രമാണ് പാസ്സായത്, പിന്നീട് തുടർന്ന് പഠിച്ചിട്ടേയില്ല. മിനിമം ഹൈസ്കൂൾ പാസ്സായാൽ മാത്രമാണ് ജോലി കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവളുടെ അമ്മ എൻ്റെ മകൾക്ക് ജോലി കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നു. അച്ഛന് അവളോട് സ്നേഹമുള്ളതിനാൽ അവളെ ചീത്ത പറയണ്ട എന്ന് ഭാര്യയോട് പറയുകയാണ്. അവൾക്ക് ഒരേ ഒരു സന്തോഷം എന്നത് അവളുടെ ബോയ് ഫ്രണ്ട് മാത്രമാണ്. അവളുടെ ബോയ് ഫ്രണ്ട് അപ്പോഴേക്കും അവളുടെ വീട്ടുമുറ്റത്ത് വരികയാണ്. അവൾ വർക്ക് ചെയ്യുന്ന ഫാക്ടറി മാനേജറിൻ്റെ മകളാണ്. അവൻ വന്നത് അവൾക്ക് കീ കൊടുക്കാനാണ്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർ റൂമെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ അവൾക്കും റൂം റെഡിയാക്കി കൊടുത്തിട്ടുണ്ടാകും. അതിൻ്റെ കീ ആണത്. കൂടാതെ അവൾ ഉടനെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ബോയ് ഫ്രണ്ട് എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. അവൻ്റെ പാരൻസിന് മീറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവൾക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. അടുത്ത ദിവസം അവൾ ജോലിക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് ഹീറോയും ഹീറോയുടെ ആൾക്കാരെ കാണുകയും അവളെയോട് കാറിൽ കയറാനായി പറയുന്നു. എന്നാൽ അവൾ സമ്മതിക്കാത്ത പക്ഷം പിടിച്ചു കയറ്റാൻ നോക്കുമ്പോൾ അവളുടെ ഫ്രണ്ട് തടയുമെങ്കിലും അവളെ പിടിച്ചു തള്ളി മാറ്റുന്നു. അപ്പോൾ അവൾ നിങ്ങൾ എന്തിനാണ് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നീയാണ് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയതേയില്ല എന്ന് കേട്ടവൾക്ക് ഒരുപാട് ദേഷ്യമാണ് വരുന്നത്. നീയും ഞാനും ഒന്നിക്കാനേ പോകുന്നില്ല, കാരണം ഹീറോയെക്കാട്ടും മൂത്തതാണ് നമ്മുടെ നായിക. അത് കേട്ട ഉടനെ ഹീറോ ഞാൻ ചെറിയ കൊച്ചൊന്നുമല്ല, വലിയ പയ്യൻ തന്നെയാണ്. പയ്യനാന്ന് പറയുമ്പോൾ എനിക്ക് നിനക്കും ഒത്തുപോകില്ല. ഓൾറെഡി എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. ഞാൻ അവനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. ഈ അടുത്തിടെയാണ് ഞാൻ അവൻ്റെ പാരൻസിനെ മീറ്റ് ചെയ്യാൻ പോകുമെന്ന് പറയുമ്പോൾ ദേഷ്യം വന്ന ഹീറോ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കാൻ ആർക്കാണ് ധൈര്യമെന്ന് ചോദിക്കുന്നു. ദൈവത്തോർത്ത് എന്നെ വിട്ടേക്ക്, നീ ആരാണെന്ന് കൂടി ചിന്തിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് നിന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് ആവാനാണ് കൂടുതൽ ചിന്തപ്പാടെന്ന് പറയുന്നു. ഇവളും ആ ദേഷ്യത്തിൽ ഹീറോയെ തള്ളി മാറ്റിയിട്ട് പോവുകയാണ്. ഇവൾ നേരെ പോകുന്നത് ബോയ് ഫ്രണ്ട് ഒരുക്കിയ ഹോസ്റ്റൽ റൂമിലായിരിക്കും. അന്നേരം ബോയ് ഫ്രണ്ട് അവൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുവരുന്നു. അപ്പോൾ അവൻ അവളെ കിസ് ചെയ്യാനായി ട്രൈ ചെയ്യുമ്പോൾ ഹീറോ കിസ് ചെയ്യാൻ വന്നതായിരിക്കും അവൾക്ക് ഓർമ്മ വരിക. അതിനാൽ അവൾ തടയുകയാണ്. ശേഷം ബോയ് ഫ്രണ്ടിനോട് സാറ്റർഡേ പാരൻസിനെ മീറ്റ് ചെയ്യാൻ പോയാലോ എന്ന് ചോദിക്കുന്നു. അന്നേരം അവൻ ഒരു കാര്യം ഓർക്കുകയാണ്. ആക്ച്വലി അവൻ അവളുടെ കാര്യം പാരൻസിനോട് പറഞ്ഞെങ്കിലും അവൻ്റെ പാരൻസിന് ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല. അവരുടെ ആഗ്രഹം കെട്ടാൻ പോകുന്നവൾ വലിയ കുടുംബത്തിലായിരിക്കണം. അനാഥയായ അവളെ കെട്ടിക്കാൻ അവർക്ക് യാതൊരുവിധ താല്പര്യമില്ല. എന്നാൽ ഇക്കാര്യം അവൻ അവളോട് പറഞ്ഞില്ല. അതിനാൽ അച്ഛൻ ബിസിനസ് ട്രിപ്പിൽ പോയിരിക്കുകയാണ്. പിന്നീട് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അടുത്ത ദിവസം അവളുടെ അനിയത്തി ജോലിക്കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോൾ ഇവൾ എലിമെൻ്ററി സ്കൂളിൽ പഠിച്ചതിനാൽ ഓഫീസ് വർക്കൊന്നും കിട്ടില്ല എന്ന് പറയുന്നു.
നീ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്ക് ജോലി കിട്ടാത്തത്, എനിക്ക് ഓഫീസ് വർക്ക് വേണം എന്ന് പറഞ്ഞ് അവളുടെ മേൽ കയറുമ്പോൾ പ്രശ്നം വഷളാകുന്നതിനാൽ അവളുടെ അമ്മ അവൾക്ക് ജോലി സെറ്റാക്കിയിട്ട് വീട്ടിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞ് അവളെ പുറത്താക്കുകയാണ്. ഇവിടെ ഹീറോ അവൻ്റെ അങ്കിൾ ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്യാനായി ഹീറോയുടെ പ്ലേസിൽ വന്നിരിക്കുകയാണ്. എന്നാൽ ഹീറോ അത് ചെയ്യാൻ തന്നെ ഒട്ടും സമ്മതിക്കുന്നില്ല. ഇവിടെ അവൾ ആണെങ്കിൽ ആകെ ശോകമായിട്ട് പോകുമ്പോൾ കാൽ തട്ടി വീഴുന്നത് ഹീറോയുടെ മേലായിരിക്കും. നീ എന്നെ മിസ് ചെയ്തിട്ടാണോ വന്നതെന്ന് ഹീറോ ചോദിക്കുന്നു. എന്നെ വെറുതെ വിട്ടുടെ, എന്തിനാണ് എൻ്റെ പിന്നാലെ ചുറ്റുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൾ പോകുമ്പോൾ ഹീറോ അവൾക്ക് പിന്നാലെ ഫോളോ ചെയ്തു വരികയാണ്. ശേഷം അവൾ നേരെ ഹോസ്റ്റലിലായിരിക്കും എത്തുക. അപ്പോൾ അവിടെ ഒരുത്തൻ ഷർട്ട് എല്ലാം ഇട്ടു പോകുന്നത് കണ്ട് ഒരു പെണ്ണ് തെറ്റിദ്ധരിക്കുകയും പിറ്റേന്ന് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരോട് അവളെക്കുറിച്ച് മോശമായിട്ട് പറയുകയാണ്. അടുത്ത ദിവസം എല്ലാവരും അവളെ ആ രീതിയിലായിരിക്കും മോശമായിട്ട് നോക്കുക. അവൾക്കും അവളുടെ ഫ്രണ്ടിനും ഒന്നും തന്നെ മനസ്സിലായില്ല. രാത്രി കണ്ട അയാളുടെ ഭാര്യ വന്ന് തൻ്റെ ഭർത്താവുമായി അഫെയറാണെന്ന് കരുതി അവളെ ചീത്ത പറയുകയും അവളെ പൊതിരെ മടിക്കുന്നു. അന്നേരം അവളുടെ ബോയ് ഫ്രണ്ട് വന്ന് തടയാൻ പോകുമ്പോൾ അവൻ്റെ അച്ഛൻ അവനെ വിടുന്നില്ല. നമ്മുടെ ഫാക്ടറി കാര്യം സംസാരിക്കാനായി നേരെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവിടെ ഹീറോയുടെ മൈൻഡ് മാറ്റാനായി അവൻ്റെ അങ്കിൾ അവൻ്റെ അടുത്തേക്ക് ഒരു പെണ്ണിനെ വിടുകയാണ്. എന്നാൽ ഹീറോ അതിനൊന്നും വഴങ്ങുന്നില്ല. ഇവിടെ അവളെ കൊല്ലാനായി വെള്ളത്തിൽ മുക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഭാഗ്യത്തിന് ഹീറോ വന്ന് രക്ഷിക്കുന്നു. പാതി മയക്കത്തിലായ അവൾ മയങ്ങി ഹീറോയുടെ മേലാണിക്കും വീഴുക. അവളെ അടിച്ചവരെ നല്ലത് കൊടുക്കാനായി പറഞ്ഞിട്ട് ഹീറോ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് കണ്ണു തുറന്നവൾ രക്ഷപ്പെടാനായി നോക്കുമ്പോൾ അന്നേരം ഹീറോ വന്ന് നീ ഇപ്പോൾ പോയാൽ നിന്റെ ബോയ് ഫ്രണ്ടിന് ഞാനാണ് കൂട്ടിക്കൊണ്ട് വന്നതെന്നറിഞ്ഞാൽ തെറ്റായി ചിന്തിക്കും എന്ന് പറയുമ്പോൾ ഞാനും നീയും ഒന്നല്ല, എന്നെ വിട്ടേക്ക് എന്നവൾ പറഞ്ഞു പോകുമ്പോൾ ഹീറോ അവളെ പിടിച്ചു നിർത്തി അവനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്ന നിനക്ക് എന്തുകൊണ്ട് എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തുകൂടാ എന്ന് ചോദിക്കുമ്പോഴാണ് അവൻ എൻ്റെ ബോയ് ഫ്രണ്ടാണ്, അവൻ്റെ കൂടെ നിൽക്കാനാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വന്ന ഹീറോ പിടിച്ചു നിർത്തുന്നു. ഇവിടെ അവളുടെ ബോയ് ഫ്രണ്ട് അവളെ കൂട്ടാനായി വരുമ്പോൾ ഹീറോയുടെ ആൾക്കാർ അവനെ തടയുകയാണ്. ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവനൊരു കാര്യം ഓർക്കുന്നത്. അവൻ്റെ അച്ഛൻ അവനെ കൂട്ടിക്കൊണ്ടു പോയത് മേയറുടെ മകളെ കാണിക്കാനാണ്. പക്ഷേ അവനെ കണ്ടതും അവൾക്ക് ഒരുപാട് ഇഷ്ടമായതിനാൽ അവൻ്റെ അച്ഛൻ അവന് ഡ്രിങ്ക്സ് കൊടുത്ത് ആ പെണ്ണിൻ്റെ ഒപ്പം ഒരു റൂമിൽ കയറ്റുന്നു. ബോധം വരുമ്പോഴാണ് അവന് മനസ്സിലാവുകയും ആ പെണ്ണിനോട് സോറി പറഞ്ഞ് അവിടുന്ന് വന്നതായിരിക്കും. ഇവിടെ ഹീറോ അവളെ വിടാതിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് അവൾ ഹീറോ കിസ് ചെയ്യുന്നു. അവൾ കരഞ്ഞത് കൊണ്ട് തന്നെ ഹീറോയ്ക്കും കരച്ചിൽ വരികയാണ്. ശരി, ഓക്കെ, നീ പൊക്കോ എന്ന് പറഞ്ഞ് അവളെ വിടുകയാണ്. ഇവൾ വേഗം ബോയ് ഫ്രണ്ട് അടുത്തേക്ക് പോയി എന്നെ അവർ ഉപദ്രവിച്ചപ്പോൾ എന്തിനാണ് നോക്കി നിന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരാനിരുന്നതാണ്, എന്നാൽ എന്നെ കൊണ്ട് പറ്റിയില്ല, ഫാക്ടറി ഇപ്പോൾ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനാൽ അക്കാര്യത്തെ സംസാരിക്കാൻ വേണ്ടി അച്ഛൻ എന്നെ മേയറിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയതാണെന്ന് പറയുന്നു. അതും കൂടാതെ നമ്മുടെ ഫ്യൂച്ചറിന് കൂടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് അവളുടെ ഗോസിപ്പ് പറഞ്ഞ പെണ്ണിനെ ഫയർ ചെയ്ത കാര്യം പറയുന്നു. അടുത്ത ദിവസം അവൾ ഫാക്ടറിയിൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് ഹീറോയെ കാണുകയും ഹീറോ അവളെ കാറിൽ കയറ്റി ഒരു പുഴയുടെ തീരത്ത് കൊണ്ടുപോകുന്നു. എന്തിനാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ നിനക്ക് എന്താണ് കാണണ്ടേന്ന് ഹീറോ ചോദിക്കുന്നു. കുരങ്ങനെ കാട്ടിത്തരുമെന്ന് പറയുമ്പോൾ ഹീറോ അവൻ്റെ ആൾക്കാരെ നോക്കിയിട്ട് അവർ കുരങ്ങന്മാരെ പോലെ ആക്ട് ചെയ്യുന്നു. അത് കണ്ട അവൾക്ക് ചിരിയാണ് വരുന്നത്. അതിനുശേഷം ഹീറോ അവളെ ബലൂൺ ഷൂട്ട് ചെയ്യുന്നിടത്ത് കൊണ്ടുപോകുന്നു. അവൾക്കും ഷൂട്ട് ചെയ്യാൻ അറിയാത്തതിനാൽ ഹീറോ തോക്ക് അവളെ കൊണ്ട് പിടിപ്പിച്ചിട്ട് ഷൂട്ട് ചെയ്യുകയാണ്. ശേഷം വീട്ടിലെത്തുമ്പോഴാണ് അവളുടെ ജോലി പോയ കാര്യം അറിയുന്നത്. ജോലിക്ക് പോയാൽ ജോലിക്ക് പോകണം, അല്ലാതെ കണ്ട ആൺപിള്ളേരോടൊപ്പം ചുറ്റിക്കറങ്ങരുത് എന്ന് പറഞ്ഞ് അവളടിക്കുമ്പോൾ അവളുടെ അച്ഛന് അവളോട് സ്നേഹമുള്ളതിനാൽ അത് കണ്ടു നിൽക്കാനേ പറ്റുന്നില്ല. ഇവിടെ അവളുടെ ബോയ് ഫ്രണ്ടിനെ അച്ഛനെ കാണിക്കുകയാണ്. ബോയ് ഫ്രണ്ട് അവളെ ഫയർ ചെയ്ത കാര്യം അച്ഛനോട് ചോദിക്കുമ്പോൾ അവൾ എൻ്റെ മകൻ്റെ ജീവിതമാണ് കളയുന്നത്, നിനക്ക് ആ മേയറുടെ മകൾക്കൊപ്പമായിരിക്കും വിവാഹം നടക്കുക, ഒരു രാത്രി അവൾക്കൊപ്പം ഉണ്ടായതല്ലേ എന്ന് പറയുമ്പോൾ അച്ഛനും കൂടി അറിഞ്ഞിട്ടല്ലേ ആ ചെറ്റത്തരം കാണിച്ചത്, അതിന് എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയുമ്പോൾ അവിടേക്ക് ഒരുത്തമന് നമ്മുടെ കമ്പനിയുടെ മിക്ക ഷെയർസും വാങ്ങാൻ പുതിയൊരു ക്ലയൻറ്റ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവളെ അവളുടെ അമ്മ ജോലിക്ക് പോകണം അല്ലെങ്കിൽ വേറൊരുത്തനെ വിവാഹം ചെയ്തോ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ അയാൾ അവളെ ജോലിക്ക് എടുത്ത കാര്യം പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവരുടെ കമ്പനി വാങ്ങിച്ചത് തന്നെ
വേറെ ആരുമല്ല ഹീറോ ആയിരിക്കും. അതുകൊണ്ടാണ് ഹീറോ അവളെ ജോലിക്ക് എടുത്തത് തന്നെ. അന്ന് ഈവനിങ് ഇക്കാര്യം അവൾ ഫ്രണ്ടിനോട് പറയുമ്പോൾ അവൻ നിനക്ക് വേണ്ടിയാണല്ലോ അവൻ ഇതെല്ലാം ചെയ്തത്. എന്തായാലും അവന് നിന്റെ മേൽ ഒരു ഇഷ്ടമുണ്ട്. ഇതിനെക്കാട്ടും എന്തോരം ഫാക്ടറി ഉണ്ട്. നീ ഇവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ടല്ലേ അവൻ വന്നത് നിന്നെ ജോലിയിലും എടുത്തത്. അതായിരിക്കും അവൻ ഗുണ്ടയാണെങ്കിലും ഹാൻസം ആണെന്ന് അവളുടെ ഫ്രണ്ട് ഹീറോയെ സപ്പോർട്ട് ചെയ്യുന്നു സംസാരിക്കുന്നു. അന്നേരം അവളുടെ ബോയ് ഫ്രണ്ട് വന്ന് ഇന്ന് രാത്രി ഒരു ഡിന്നറുണ്ട്, അതും പുതിയ ക്ലയൻറ്റുമായി, നീയും റെഡി ആയിട്ട് ഇരിക്കാനായി പറയുന്നു. അങ്ങനെ ഡിന്നറിന് പോകുമ്പോൾ ഹീറോ ആയിരിക്കും ആ ക്ലയൻറ്റ്. പക്ഷേ ഹീറോ അവളുടെ അടുത്തേക്ക് ഇരുന്ന് കൈ പിടിച്ചിരിക്കുന്നതിനാൽ അവൾക്കൊരു അസ്വസ്ഥത തോന്നുകയും ബോയ് ഫ്രണ്ടിന് ഒന്നും തന്നെ പറയാനേ പറ്റിയില്ല. അതിനാൽ അവൾ വാഷ്റൂമിൽ പോണെന്ന് പറഞ്ഞ് പോവുകയാണ്. പിന്നാലെ ഹീറോ പോകുന്നു. അങ്ങനെ അവൾക്ക് പിന്നാലെ പോയ ഹീറോ അവളെ പിടിച്ചു നിർത്തി, നീ എന്റേതാണ്, ഞാൻ നിന്നെ തന്നെ കെട്ടു, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുമ്പോൾ ബോയ് ഫ്രണ്ട് അവിടേക്ക് വരികയും എന്നാൽ ഹീറോ അവളെ വിടാതെ പിടിച്ചതിനാൽ അവൾ ഹീറോയ്ക്ക് കിസ് ചെയ്യുകയാണ്. ശേഷം അവൾ ബോയ് ഫ്രണ്ടിനെ വേഗം വിവാഹം കഴിക്കാനായി പാരൻസിനെ എന്നാണ് മീറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അതിനിവൻ കുറച്ചു നേരം നടന്ന ഒരു കാര്യം ഓർക്കുകയാണ്. അവൾ വന്ന ടൈമിൽ തന്നെ മേയറുടെ മകൾ 1 മണിക്കൂർ മുന്നേ കാണാൻ വരണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ അവൾ കോൾ കട്ട് ചെയ്തിരുന്നു. ഇക്കാര്യമൊന്നും അവൻ അവളോട് പറഞ്ഞില്ല. പറഞ്ഞാൽ എന്താകും തീരുമെന്ന് അറിയാത്തോണ്ട് തന്നെ കുറച്ച് ദിവസം കഴിയട്ടെ, ഇപ്പോഴാണ് അച്ഛനൊരു വലിയ ക്ലയന്റിനെ കിട്ടിയത്, അതിനാൽ കുറച്ച് കഴിഞ്ഞാൽ മീറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവളും ഓക്കെ എന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ അവൾ റൂമിലേക്ക് വരുമ്പോൾ അവിടെ ഹീറോ ഉണ്ടാകും. അവൻ വന്നത് തന്നെ രാത്രി അവൾ ഒന്നും കഴിക്കാത്തതിനാൽ ഭക്ഷണമായിട്ടായിരിക്കും വന്നത്. അടുത്ത ദിവസം ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. കാരണം ഇന്നലെ രാത്രി അവൾക്ക് ഒരുപാട് കിസ് കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ ഹീറോയുടെ ആൾക്കാർ എന്തിനാണ് അത്രയും ക്യാഷ് നൽകി ഫാക്ടറി എല്ലാം വാങ്ങിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടതിനാലാണ് ആ ഫാക്ടറി വാങ്ങിച്ചത്, അവളുടെ സന്തോഷമാണ് എൻ്റെയും എന്ന് പറയുന്നു. അപ്പോൾ അവിടെ അവളും അവളുടെ ബോയ് ഫ്രണ്ടുമായുള്ള റിലേഷൻഷിപ്പ് 1 ഇയർ ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കുകയാണ്. ഇത് കാണുന്ന ഹീറോയുടെ ആൾക്കാർ കരുതും ഹീറോയ്ക്ക് ബർത്ത്ഡേ ആണ് വരുന്നത്, അതിനായിട്ട് അവൾ ഗിഫ്റ്റ് വാങ്ങുന്നതാണെന്ന് പറയുന്നു. അങ്ങനെ അവളുടെയും ബോയ് ഫ്രണ്ടിനെയും ആനിവേഴ്സറിക്കായി അവൾ ബോയ് ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യുകയായിരിക്കും. അവനും ഇവളെ കാണാനായി വരുമ്പോൾ ആ മേയറുടെ മകൾ വന്ന് ഞാൻ വരുന്നിടത്ത് വന്നില്ലെങ്കിൽ നടന്ന കാര്യം എല്ലാം അവളോട് തുറന്ന് പറയുന്നതിനാൽ മേയറുടെ മകളോടൊപ്പം പോവുകയാണ്. ഇവളും ബോയ് ഫ്രണ്ടിനെ കാത്തു നിന്ന് രാത്രി വരെ ആവുകയാണ്. ഗിഫ്റ്റുമായി പുറത്ത് നിൽക്കുമ്പോൾ അവിടേക്ക് ഒരു കുടിയൻ അവളെ ഉപദ്രവിക്കാൻ വരികയും ഇത് കണ്ട ഹീറോ വേഗം അവൻ്റെ ആൾക്കാരുമായി വന്ന് അവനവിടുന്ന് ഓടിക്കുന്നു. നീ ഇവിടെ ഉണ്ടായെന്ന് അറിഞ്ഞിട്ടും പോലും അവൻ വന്നില്ലല്ലോ എന്ന് ചീത്ത പറയുമ്പോൾ അവൾ ആകെ മയങ്ങി വീഴുന്നു. ശേഷം ഡോക്ടറെ കാണിക്കുകയാണ് ഹീറോ. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ കണ്ണു തുറക്കുമ്പോൾ തെറ്റായെന്തോ നടന്നു കാണുമെന്ന് കരുതി ഹീറോയ്ക്ക് ഒരടി കൊടുക്കുന്നു. അപ്പോഴാണ് ഹീറോ അവളോട് ഒരു ദിവസമല്ല ജീവിതകാലം മുഴുവൻ എനിക്ക് നിന്നെ വേണമെന്ന് പറയുന്നു. അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോവുകയാണ്. അന്നേരം അവൻ്റെ വലങ്കയായ ആള് ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. ചെറുത് മുതലേ അവന് ഇഷ്ടപ്പെട്ടവരൊന്നും അവൻ്റെ ഈ ഒരു ദിവസത്തിനായി ആഘോഷിച്ചിട്ടില്ല, ഇന്നെങ്കിലും അവൻ്റെ കൂടെ ഉണ്ടായിക്കൂടെ എന്ന് ചോദിക്കുന്നു. അതിനാൽ അവൾ കേക്കും എടുത്ത് ഹീറോയ്ക്ക് മുന്നിൽ പോവുകയാണ്. ശേഷം അവൾ വീട്ടിലെത്തുമ്പോൾ ബോയ് ഫ്രണ്ടും അവളുടെ പാരൻസിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കുമ്പോൾ അവൾ അവനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഞാൻ നിനക്ക് വേണ്ടി കുറേ വെയിറ്റ് ചെയ്തു, എന്നാൽ നീ അപ്പോൾ വരാത്ത എന്താണെന്ന് ചോദിക്കുന്നു. അല്ല, ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാനാണ് വന്നത്, പക്ഷെ ചില കാരണങ്ങളാൽ പറ്റിയില്ലെന്ന് പറഞ്ഞ് അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യുകയാണ്. എന്നാൽ അവൾ ഒന്നും കൂടി ചിന്തിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു പോകുന്നു. അവൾ അവൻ്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാത്തതിന് വിഷമിച്ച് ബാറിൽ കൊടുക്കുമ്പോൾ അവിടേക്ക് മേയറുടെ മകൾ വരികയും ആ ഒരു അബോധാവസ്ഥയിൽ അവളെ ചീത്ത പറയുകയും എന്നാൽ അവളുമായി അന്ന് രാത്രി സ്പെൻഡ് ചെയ്യുന്നു. പിറ്റേന്ന് അവൾ നടന്ന കാര്യം ഫ്രണ്ടിനോട് പറയുമ്പോൾ നീ ഇട്ടിട്ട് പോകുമെന്നുള്ള പേടി കാരണമാകാം എന്ന് കേട്ടതിനാൽ അവൾ ബോയ് ഫ്രണ്ടിനെ കണ്ട് അവൻ്റെ റിങ് വാങ്ങുകയാണ്. അന്നേരം മേയറുടെ മകൾ വന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അത് കേട്ടവൾ അവളുടെ പാട്ടിന് പോകുമ്പോൾ പിന്നാലെ പോയവൻ ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, കുടിച്ച ബോധിൽ നടന്നതാണെന്ന് പറയുന്നു. നീയൊരു രാത്രി മുഴുവൻ അവൾക്കൊപ്പം ഉണ്ടായതല്ലേ, ഇക്കാര്യം എന്നിൽ നിന്ന് മറിച്ച് നിനക്ക് നാണമില്ലെന്ന് പറഞ്ഞു പോകുമ്പോൾ അവൻ അവളെ കിസ് ചെയ്യുകയാണ്. അന്നേരം ഹീറോ വരികയും തോക്ക് കാണിച്ച് അവനെ പേടിപ്പിക്കുന്നു. ശേഷം അവൾ വീട്ടിലെത്തുമ്പോൾ ബോയ് ഫ്രണ്ടുമായി പിരിഞ്ഞ കാര്യം അമ്മ അറിയുകയും അവൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കഴുത്തി കിടത്തുന്നു.
അന്നേരം അവനെ വിളിച്ചു വരുത്തുകയും നിങ്ങൾ റിലേഷൻഷിപ്പിൽ പെട്ടാൽ അവൾ നിന്നെ ഒരിക്കലും വിട്ടുപോകില്ല എന്ന് പറഞ്ഞ് അവന് റൂമിലേക്കാക്കിയിട്ട് പോവുകയാണ്. കാരണം അവൻ അവളുടെ അനിയത്തിക്ക് ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അവൾ ചെറുതായിട്ട് ബോധം വരികയും അവനെ തള്ളി മാറ്റിയിട്ട് ഓടിപ്പോകുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് ഹീറോയെ കണ്ടുമുട്ടുകയും ഹീറോ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കുകയാണ്. ശേഷം ഹീറോ അവളോട് ചെയ്തതിന് അവനെ തേടി കണ്ടുപിടിച്ച് ഇടിച്ചിടുകയാണ്. അവനെ ആ ഒരു അവസ്ഥയിൽ കണ്ട അവൻ്റെ അമ്മ അവളെ കണ്ട് ഇതിനു പിന്നിൽ ഹീറോയിനാണെന്ന് കരുതി അവളെ ഒരുപാട് അടിക്കുന്നു. അവളാണെങ്കിൽ അവരെ തള്ളിയിട്ടിട്ട് ഞങ്ങൾക്കിടെ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ ബോയ് ഫ്രണ്ടിൻ്റെ അച്ഛൻ വന്ന് അവളെ ഫയർ ചെയ്യുന്ന കാര്യം പറയുന്നു. അന്നേരം ഹീറോ വന്ന് ഞാൻ ഈ കമ്പനി വാങ്ങാനുള്ള കാരണം ഇവളാണ്. ഇപ്പോൾ അവളെ ഫയർ ചെയ്തതിനാൽ ആ ഫാക്ടറിയുടെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിക്കുന്നു. പിന്നീട് തുടർന്ന് അവൾ ഓരോ ഫാക്ടറി ജോലിക്ക് പോകുമ്പോൾ ആരും തന്നെ അവളെ ജോലിക്ക് എടുക്കുന്നില്ല. ഇതിന് പിന്നിലും ആ മേയറുടെ മകളായിരിക്കും. അതിനാൽ ഇവൾ സ്ട്രീറ്റിൽ ഷോപ്പ് തുടങ്ങുകയാണ്. എന്നാൽ ഒരാൾ പോലും അവളുടെ സാധനം വാങ്ങുന്നില്ല. അതിനാൽ ഹീറോയുടെ ആൾക്കാരെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്നു. എന്നാൽ ഇതെല്ലാം ഹീറോ ദൂരത്തുനിന്ന് കാണുകയും എന്നാൽ വാങ്ങിച്ചത് ആരും തന്നെ ഹീറോയ്ക്ക് കൊടുത്തില്ല. അതെല്ലാം ഇവൾ ദൂരെ നിന്ന് കാണുകയും പിറ്റേന്ന് അവനു വേണ്ടി കുറച്ച് സാധനങ്ങളുമായി വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ ഹീറോയുടെ മടിയിൽ ഒരു പെണ്ണിനിരുത്തി നീ ഒരു പെണ്ണിനെ പുറകെ നടക്കുന്നത് കേട്ടല്ലോ, ഇതിനെക്കാട്ടും ഭംഗിയുള്ള പെണ്ണിനെ ഞാൻ കൊണ്ടുതരാം എന്ന് അങ്കിൾ പറയുന്നത് കേട്ട് അവൾ അവിടുന്ന് പോവുകയാണ്. അവൾ പോയതിന് പിന്നാലെ ഹീറോയുടെ മടിയിലിരുന്ന പെണ്ണിനെ താഴെയിട്ട് ഇതുപോലെ ഇല്ലീഗലായിട്ടുള്ള കാര്യത്തിന് എന്നെ കൂട്ടുപിടിക്കരുത് എന്ന് പറയുകയാണ്. പിറ്റേന്ന് അവളുടെ ഷോപ്പിലേക്ക് ഹീറോയുടെ ആൾക്കാർ സാധനങ്ങൾ വാങ്ങാൻ വരുമ്പോൾ അവൾ അത് കൊടുക്കുന്നില്ല. നേരെ ഹീറോയുടെ അടുത്ത് ചെന്ന് ചെയ്ത ഉപകാരത്തിന് നന്ദി പറയും. അപ്പോൾ നീ എന്നെ ഇതുവരെ ലവ് ചെയ്തിട്ടുമില്ലേ, ഇപ്പോഴും അവനാണോ നിന്റെ മനസ്സിലെന്ന് ചോദിക്കുമ്പോൾ അവനും എനിക്ക് യാതൊരു ബന്ധമില്ലെന്ന് പറയുകയാണ്. അങ്ങനെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അവളുടെ ഷോപ്പിൽ നല്ല രീതിയിൽ വിൽപ്പന നടക്കുകയായിരിക്കും. ശേഷം അവളുടെ അച്ഛന് ഫാക്ടറിയിൽ എന്തോ മോഷണം പോയെന്ന പേരിൽ അവളുടെ അച്ഛൻ്റെ തലയിലായിരിക്കും പിഴ വരുന്നത്. ഇതെല്ലാം ഹീറോ അറിയുകയും വേഗം ഹീറോ വരുമ്പോൾ അവളുടെ കവിളിൽ ആരോ അടിച്ചപാട് കാണുന്നു. അടിച്ച ആളെ ഹീറോ ഷൂട്ട് ചെയ്യുകയാണ്. അതിനുശേഷമാണ് ഇതിന് പിന്നിൽ മേയറുടെ മകളായിരിക്കുമെന്ന് അറിഞ്ഞോടെ മേയറുടെ മകൾക്ക് ഗിഫ്റ്റായിട്ട് ഹീറോ നൽകുന്നു. എന്നാൽ അത് തുറക്കുമ്പോഴാണ് അയാളുടെ കൈയാണെന്ന് അറിയുന്നത്. അതിലും ഒരു ലെറ്റർ ഉണ്ടാകും. ഇതിനുമേൽ അവളുടെ തലയിൽ ഒരു മുടി പോലും തൊടാൻ ശ്രമിച്ചാൽ പിന്നീട് നിനക്ക് നിന്റെ ജീവൻ ഉണ്ടാകില്ല എന്ന് എഴുതിയിരിക്കുന്നു. ഇത് കണ്ട അവളുടെ ബോയ് ഫ്രണ്ട് ഇവൾ അവളെ എന്തെങ്കിലും ചെയ്ത് കാണുമെന്ന് മനസ്സിലാവുകയാണ്. ഇവിടെ ഡോക്ടർ വന്ന് അവളുടെ അച്ഛന് കിഡ്നി 2 ഫെയിലറാണ്, ആരെങ്കിലും ഡൊണേറ്റ് ചെയ്താൽ മാത്രമാണ് രക്ഷപ്പെടുന്നു പറയുന്നു. എന്നാൽ അവരുടെ 3 പേരുടെ ബ്ലഡ് മാച്ച് ആവുന്നില്ല. അന്നേരം അവിടേക്ക് വന്ന ബോയ് ഫ്രണ്ട് തൻ്റെ ബ്ലഡ് മാച്ച് ആണെന്ന് പറയുന്നു. അവൾക്കും അത് കേൾക്കുമ്പോൾ സന്തോഷമാവുകയാണ്. എന്നാൽ ഇവിടെ ഹീറോയുടെ ചെക്ക് ചെയ്യുമ്പോൾ ഹീറോയുടെ മാച്ച് ആയിരിക്കും. ഇക്കാര്യം പറയാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവളും അവളുടെ ബോയ് ഫ്രണ്ടും കൂടി സംസാരിക്കുന്നത് കാണുകയാണ്. എന്നാൽ അവന് ചെക്ക് ചെയ്യുമ്പോൾ മാച്ച് ആയിരിക്കില്ല. എന്നിരുന്നാലും അച്ഛന് ഡൊണേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതും അവൾക്ക് ഒരുപാട് സന്തോഷമായി. ഇവൾ ഇത്രയും ഹാപ്പിയായി സംസാരിക്കുന്നതിനാൽ നമുക്ക് വീണ്ടും ഒന്നിച്ചാലോ എന്ന് അവൻ പറയുമ്പോൾ ഇനി വീണ്ടും തുടങ്ങാൻ താല്പര്യമില്ല, നീ നിൻ്റെതായ ജീവിതം നോക്കെന്ന് പറഞ്ഞ് അവൾ പോവുകയാണ്. എന്നാൽ ദൂരെ നിന്ന് കണ്ട ഹീറോ തെറ്റായി കരുതുകയാണ്. നേരെ വീട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ അവളുടെ അച്ഛൻ്റെ അവസ്ഥ വളരെ മോശമായി വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവൾ ഹീറോയെ വിളിച്ച് കാര്യം പറയുന്നു. അവനും അത് കേട്ടപ്പാടെ കോള് കട്ട് ചെയ്യുകയാണ്. ഹീറോ അങ്ങനെ കോള് കട്ട് ചെയ്താൽ ഇവൾക്ക് ആകെ ഫീലായി പുറത്തു നിന്ന് കരയുമ്പോൾ ഹീറോ വരികയാണ്. ശേഷം ഹീറോ അവളെ കൂട്ടിക്കൊണ്ടുപോയി നിന്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ കെഞ്ചണമെന്ന് പറയുമ്പോൾ അവൾ ഹീറോയെ കിസ് ചെയ്യാനായി വരുന്നു. ഇവിടെ അവളുടെ അച്ഛൻ്റെ സർജറിക്കായിട്ടുള്ള എല്ലാം ഏർപ്പാടും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പിറ്റേ ദിവസം അവളുടെ അച്ഛൻ്റെ ഓപ്പറേഷനെല്ലാം സക്സസ് ആയെന്ന് അവൻ്റെ ആൾക്കാർ വന്ന് പറയുകയാണ്. ശേഷം ഹീറോ അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ നീ എന്നോട് മോശമായൊന്നും നടന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ എനിക്ക് ഒറ്റ രാത്രി മാത്രമല്ല എനിക്ക് നിന്നെ വേണ്ടത്, ജീവിതകാലം മുഴുവൻ എനിക്ക് നിന്നെ വേണം, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവളും ഇമോഷണലായിട്ട് സമ്മതിക്കുകയാണ്. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞ് ഹീറോയുടെ വീട്ടിൽ പോകുമ്പോൾ ഹീറോയുടെ
ആൻറ്റീസ്മാർക്ക് അവൾ ഒട്ടും പിടിക്കുന്നുണ്ടായില്ല. അതിനാൽ അവളെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുക. ഹീറോ വന്ന ശേഷം അവളുടെ കാലിൽ രക്തം കണ്ട് ആൻറ്റിമാരോട് ഇതാരാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ വളർത്തിയതാണ്, അതും അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കാത്ത സമയത്ത്, അത് മറക്കണ്ട എന്ന് ഹീറോയുടെ മൈൻഡ് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഹീറോ ഷോൾഡർ ഷൂട്ട് ചെയ്ത് ഇനി ഞാനും നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് പറയുന്നു. അത് കാണുന്നവൾക്ക് ആകെ ഫീലാവുകയും വേഗം തന്നെ ഹീറോയും മെഡിസിനൊക്കെല്ലാം ഇട്ടുകൊടുക്കുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അവളും ഹീറോയും ഒരു ഷോപ്പിൽ കയറി ക്യൂട്ടായ ഡോള് വാങ്ങുന്നു. എന്നാൽ ഇതെല്ലാം ഹീറോയുടെ അങ്കിൾ ദൂരെ നിന്ന് കാണുകയും തൻ്റെ കാര്യങ്ങളിലെല്ലാം തടസ്സം നിന്നതിനാൽ അവരെ നിന്ന് ഷൂട്ട് ചെയ്യുകയാണ്. എന്നാൽ ആ ഡോൾ പോക്കറ്റിൽ ഇട്ടതിനാൽ ഹീറോയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കുകയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്